നമസ്കാരം. ഞാൻ ഇന്നത്തെ വീഡിയോ ഇറക്കുന്നത് ഓൾ കേരള ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിലിന് വേണ്ടിയിട്ടാണ്. ചില CPI നേതാക്കന്മാരുടെ നിലപാടുകൾ കുറച്ചെല്ലാം ജനങ്ങളേക്ക് തുറന്നു കാണിക്കണമെന്നുള്ള ശക്തമായ നിലപാടിൻ്റെ പേരിലാണ് ഈ വീഡിയോ ഇറക്കുന്നത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇപ്പോൾ ചാനലുകളിലും പത്രങ്ങളിലും കാണുന്നുണ്ടാവും, PK ശശി പാർട്ടി വിടുന്നു, പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു, ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നു, അങ്ങനെ കുറേ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. PK ശശി അതിനെ നിഷേധിക്കുന്നു, കുറേ വിമതരെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അവരും അതിനെ പ്രസന്ന ഇത് നമ്മുടെ കല്യാണ മണ്ഡപം പാലക്കാട് അല്ല, കല്യാണ മണ്ഡപത്തിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അവിടെ 5-ാം തീയതി മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു. അവിടെ വി എസിൻ്റെ PA ആയിരുന്ന സുരേഷ് പങ്കെടുക്കുന്നു. അതേപോലെ കൊഴിഞ്ഞാൻ പറയുന്ന പാർട്ടിയുടെ വലിയ നേതാവ് സഖാവ് പാർട്ടി വിട്ടുപോയി കോൺഗ്രസുമായി സഖ്യത്തിൽ മത്സരിച്ച അദ്ദേഹം അദ്ദേഹം പങ്കെടുക്കുന്നു. PK ശശിയാണ് നേതൃത്വം കൊടുക്കുന്നത്. എന്തിനധികം പറഞ്ഞു EP ജയരാജടക്കം പങ്കെടുക്കേണ്ടതാണ് പലരും പറയുന്നത്. എന്തായാലും അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറച്ചുള്ളത് കൊണ്ട് അതിന് മറുപടി പറയണം എന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമാണ്. പാർട്ടി നിർദ്ദേശിച്ചിട്ടോ പാർട്ടി പറയേണ്ട ആവശ്യമില്ല. ഒരു പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്ക് പാർട്ടിക്ക് പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടിക്ക് ഇത് പ്രതിസന്ധി ഇല്ല, പാർട്ടിക്കെതിരെ വാർത്തകൾ വരുമ്പോൾ ആരെങ്കിലും പ്രതികരിക്കണമല്ലോ. എന്നെപ്പോലെ സ്വഭാവമുള്ള, എന്നെപ്പോലെ ശൈലിയുള്ള ഒരാളത് കൃത്യമായിട്ട് പ്രതികരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചോളം യൂട്യൂബിലും അവിടെ ഇവിടെ കിട്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് തേജോബോധം ചെയ്യാം, ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി ഭയക്കുന്ന ഒരാളോ, ഇല്ലെങ്കിൽ അതിന് എങ്ങനെയാണോ മറുപടി ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ തന്നെ അതേ ഭാഷയിൽ മറുപടി അങ്ങോട്ട് കൊടുക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾക്ക് സാധാരണക്കാരല്ലേ, ഈ മേലിരിക്കുന്നവർക്കല്ലേ മറുപടി പറയാൻ പേടിയും കസാരകളൊക്കെയും പേടിക്കണ്ടോ. നിലത്ത് മുട്ടിപ്പലകര മുകളിലിരിക്കുന്ന ഒരാൾക്ക് പിന്നെ കസാരയെ പറ്റി ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അതെന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ വിഷയത്തേക്ക് കിടക്കാം. PK ശശി KTDC ചെയർമാൻ സ്ഥാനം, പാർട്ടി കൊടുത്ത KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു, പാർട്ടിയോട് ചോദിക്കാതെ രാജിവെച്ചു എന്നുള്ള വാർത്ത പത്രമാധ്യമങ്ങളെല്ലാം വന്നു. PK ശശി എന്തുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം PK ശശിക്ക് മാത്രമേ അറിയൂ. അതേപോലെ ഇതിന് മുൻപേ PK ശശി, നിങ്ങൾക്കറിയാം, അനാവശ്യമായ ഫോണിലൂടെ ഒരു പാവപ്പെട്ട വനിതാ നേതാവിനോട് പല തവണ മോശമായി സംസാരിച്ചതിൻ്റെ വീഡിയോ ക്ലിപ്പ് പാർട്ടിക്ക് ലഭിക്കുകയും അതിൻ്റെ പേരിൽ അന്വേഷണം വരികയും അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഓരോ ഘട്ടങ്ങളിലും ടച്ച് ചെയ്ത് പറയുന്നത്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ചിലവരിത് മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് അനാവശ്യമായി PK ശശി പാർട്ടിയെ വളർത്താൻ, എന്നുവെച്ചാൽ ഇവിടെ പാർട്ടിയിലാണെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഈ VS പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, അതാണ് സുരേഷിൻ്റെ റോള്. ആ കാലഘട്ടത്തിൽ പാർട്ടിയിലൊപ്പം നിൽക്കാനും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് PK ശശി. അപ്പോൾ അതുകൊണ്ടുള്ള ചില സംരക്ഷണങ്ങൾ PK ശശിക്ക് കിട്ടി. ആ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് PK ശശി ആ കേസിൽ നിന്ന് ഊരിപ്പോകുന്നത്. ആ വിഷയത്തിൽ നിന്ന് നാണം കെടാതെ പുറത്തു വന്നു. അന്ന് PK ശശിക്ക് വേണ്ടി സംസാരിക്കാൻ പോയത് KGOൻ്റെ സംസ്ഥാന അധ്യക്ഷനും എൻ്റെ വളരെ അടുത്ത സുഹൃത്തും നല്ല മനുഷ്യൻ ശശിയേട്ടനോട്, ഞാനും ശശിയേട്ടൻ്റെ PK ശശിയുടെ ഒരു കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. പിന്നെ നമുക്ക് തന്നിട്ടുള്ള മുഴുവൻ പണികളാണ്, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും ആൾ കൂടെ നിൽക്കുന്ന ആളാണ്. അതേപോലെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളാണ് ഡോക്ടർ നാസർ. അദ്ദേഹം എന്നെ കാലത്ത് വിളിച്ച്, അദ്ദേഹം ഞാനും കൂടി, വേറൊരു നേതാവ് വരാമെന്ന് പറയുന്നത് അദ്ദേഹം കൃത്യസമയത്ത് മുങ്ങി, അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഞാനും നാസർ ഡോക്ടറും കൂടി എൻ്റെ K9 X 3000 ഇന്നോവ കാറിലാണ് കാഞ്ഞിരം എന്ന് പറഞ്ഞ മണ്ണാക്കാടുള്ള കാഞ്ഞിരം എന്ന സ്ഥലത്ത് പോയത്. ആ കുട്ടി വീട്ടിൽ പോയത്. ഞാൻ പുറത്ത് നിന്നു. ഞാൻ വല്ലാതെ തല വെച്ച് കൊടുക്കാൻ പോയില്ല, കാരണം സാഹചര്യങ്ങളാണ്.
നാസ് ഡോക്ടറാണ് പോയി സംസാരിച്ചതും കാര്യങ്ങളെല്ലാം വളരെ വളരെ കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിച്ച് പിന്നീട് ഞങ്ങൾ നേരെ പോയത് ശശിധരൻ്റെ വീട്ടിലാണ്. അവിടെ ഉണ്ടായ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ബാക്കി ആ വിഷയങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല, ഒരു ഹിൻഡ് തന്നു മാത്രം. അതേപോലെ തന്നെ ശശി ഈ ഒരു കാര്യത്തിന് രക്ഷപ്പെട്ടത് പോലെയല്ല മറ്റു പല കാര്യങ്ങളിലും ഈ അധികാരങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഈ അധികാരം കയ്യിൽ നിന്ന് പോകുമ്പോഴാണല്ലോ മനുഷ്യൻ വികാരം വരുന്നതും മനുഷ്യൻ അതിനെതിരെ പ്രതികരിക്കുന്നതും അവനവൻ്റെ കസേരമേൽ വേറൊരാൾ വന്നിരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ വലിയ പാർട്ടി ഉള്ളിൽ കുറേ പ്രശ്നങ്ങൾ ശശി കാട്ടിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ശശി തന്നെയാണ് പാലക്കാട് രാജാവ് എന്നായിരുന്നു ശശിയുടെ വിശ്വാസവും വിചാരവും. ശശി ജനിച്ച് വീണ് കമ്മ്യൂണിസ്റ്റിലേക്കാണെന്നാണ് പറയുന്നത്. നല്ല കാര്യം. എനിക്കറിയില്ല ഇനി വയനാട് കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുള്ള അറിയില്ല കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. വയനാട്ടുകാരനാണല്ലോ പി ശശി. അപ്പോൾ ജില്ലയെ പറ്റി പറയില്ല, ഞാൻ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ ജില്ലകളല്ല ഇവിടെ അടിസ്ഥാനം, ഞാൻ പറയാം. അപ്പോൾ ഇത്രയും ആദർശധീരനായ ശശിയുടെ ഈ നിലപാട് എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. പാർട്ടിയിൽ നിന്ന് ലഭിക്കേണ്ടതായ എല്ലാ പരിഗണനയും ഏറ്റവും കൂടുതൽ പാർട്ടിക്കൊപ്പം നിന്ന ആളെന്ന നിലയ്ക്ക് പി കെ ശശിക്ക് കിട്ടിയിട്ടുണ്ട്. MLA ആയി, KTDC ചെയർമാനായി, മകൻ ഐമാസ് ലൈറ്റിൻ്റെ പാലക്കാട് ജില്ലയിലെ കോൺട്രാക്ടറായി. അപ്പോൾ പറയും മകൻ പഠിച്ചതല്ലേ, വിദ്യാഭ്യാസത്തിന് അവന് കിട്ടിയ ജോലിയാണ്, അല്ല അവൻ്റെ ബന്ധങ്ങളാണ്, അവൻ്റെ വർക്കുകളാണെന്ന് പറയും. ഒന്നുമല്ല. അതേപോലെ തന്നെയാണ് കഞ്ചിക്കോട് മേഖലയിൽ കോൺട്രാക്ടറായി. ഞാൻ മകനെ കുറ്റം പറഞ്ഞതല്ല, അച്ഛന്മാർ വലുതാവുമ്പോൾ അച്ഛന്മാരുടെ തന്നെല്ലാം മക്കൾ വലുതാവുക, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ MLAമാരുടെ ഓരോ പഞ്ചായത്തുകളിലും വയ്ക്കുന്ന ഐമാസ് ലൈറ്റിൻ്റെ ഇതിലേക്ക് കോൺട്രാക്ട് വർക്കുകൾ കിട്ടണമെങ്കിൽ അച്ഛൻ്റെ സ്വാധീനം ഇല്ലേ, ഇല്ല അച്ഛൻ്റെ പേരില്ലേ? ആ പേരുണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് കിട്ടിയത്. അതിന് സഹായിച്ച പോലെ MLAമാർക്ക് അതൊരു പാടാവട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. കുറേ പേര് സഹായിച്ചല്ലോ. ശശിധരൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട് വർക്കുകൾ കൊടുത്തല്ലോ, ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തു, നല്ല കാര്യം, മക്കൾ വലുതാവണം. പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ട CPM ഇന്നും കൊടി കുത്തുന്നവരും ലോഡിംഗ് പണി ചെയ്യുന്നവരും ചുമടേറ്റുന്നവരും ഒത്തിരി പേരുണ്ടല്ലോ. അവർക്ക് MLA ഒന്ന് കാണണമെങ്കിലോ MLAയുടെ എന്തെങ്കിലും സഹായം ചോദിക്കണമെങ്കിലോ അവർ അടിയാൾമാർ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ ആ കാലഘട്ടം പോയി. പക്ഷേ എങ്കിലും അവർ LCയുടെ കത്ത് വേണം, ആ കത്ത് വേണം, ഈ കത്ത് വേണം. ഇവിടെ പി കെ ശശിയുടെ മകനെ നിങ്ങൾ എന്ത് കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ MLAമാർക്ക് ഈ ഐമാസ് ലൈറ്റിൻ്റെ ജില്ലയ്ക്ക് വർക്കുകൾ കൊടുത്തത്? ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, അത് പറഞ്ഞ് ഞാൻ അടച്ച് പറയേണ്ടി വരും കുറേ കാര്യങ്ങൾ. എനിക്ക് എല്ലാവരും അറിയാം, ഞാൻ വിവരാവസ്ഥയൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ മകൻ്റെ രീതിയിലും അദ്ദേഹം എല്ലാവിധ കാര്യങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കല്യാണത്തിനോ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, എല്ലാവരും ഇത്രയും വിവാദം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് വീണ്ടും പിന്തുണ കൊടുക്കുകയാണ്. ഇങ്ങനെ അനാവശ്യമായ പിന്തുണ കൊടുക്കാൻ പാടില്ലാത്തവർ കൊടുത്തുകൊണ്ടുള്ള അഹങ്കാരത്തിൻ്റെ ഭാഗമാണ് ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പാർട്ടി പുറത്തുള്ളവർക്കും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അറിയില്ല. പി കെ ശശിക്കെതിരെ ഒരു റിപ്പോർട്ടിങ് ഞങ്ങളെ CPMൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ബ്രാഞ്ചുകളിലും നടന്നിരുന്നു. ബ്രാഞ്ചുകളല്ല, LCയുടെ കീഴിലാണ് റിപ്പോർട്ടിങ് നടന്നത്. അതിൽ 14 പ്രശ്നങ്ങളാണ് പി കെ ശശിക്കെതിരെ ഉന്നയിച്ചത്. 14 വിഷയങ്ങൾ. ഒരു സഖാവിനെ ആക്രമിക്കാൻ പോലും കൂടാതെ നടത്തിയതും പല രീതിയിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പി കെ ശശിക്കെതിരെ പറഞ്ഞത്. കാഞ്ഞിര മുതൽ കുമരമ്പത്തൂർ വരെയുള്ള കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. അങ്ങനെയും കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടന്നു പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പി കെ ശശിക്ക് പാർട്ടിയിൽ നിന്ന് നടപടി വന്നത്. പിന്നെ നിങ്ങൾ എല്ലാവരും പറയും പി കെ ശശി വളരെ നല്ല മനുഷ്യനാണ്, അത് വെളുത്തിരിക്കൊണ്ട് പറയണതാണ്. സ്വഭാവം വെളുപ്പല്ല. സ്വഭാവം നിങ്ങൾ ആ നാട്ടിൽ മണ്ണാർക്കാട് എന്ന ദേശത്ത് പോയിട്ട് അല്ലെങ്കിൽ ആ പരിസരങ്ങളൊന്ന് അന്വേഷിക്കുക, എത്രമാത്രം പരിശുദ്ധനാണ് പി കെ ശശി എന്ന്. ടിപ്പറുകാരോട് ചോദിക്കുക, മറ്റു മധ്യസ്ഥക്കാരോട് ചോദിക്കുക. പിന്നെ അവിടെ 1-2 ഷോപ്പുകാരുണ്ട് വല്ലാതെ സഹായിക്കുന്നവർ, അവർ ക്രിസ്മസിന് കേക്ക് കൊടുക്കാനും മറ്റുള്ള പല കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട് വീട്ടിൽ. ആ കഥ ഞാൻ പറയുന്നില്ല, അതിൽ ഞാൻ കിടക്കുന്നില്ല. കാരണം അനാവശ്യമായിട്ട് ആളെ വലിച്ചേക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അങ്ങനെയുള്ളവരോടൊക്കെ ചോദിക്കുക. കുറേ പേര് സഹായം വാങ്ങിയവരും കുറേ പേര് അനുഭവിച്ചവരാണ്.
ഓരോന്നിനും പ്രത്യേക കണക്കുകൾ വെച്ചിട്ടാണ് പല കാര്യങ്ങളും മണ്ണാർക്കാട് മേഖലയിൽ നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മളറിയുന്നത്? അതാണ് ഞങ്ങളുടെ സംഘടന സെറ്റപ്പ്. നമ്മളൊരാളെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കറിയാം. തഹസിൽദാരുടെ കേസ് ഒരു കൊല്ലാണ് ഞങ്ങൾ തഹസിൽദാരെ പിന്നാലെ നടന്നത്. പിന്നത്തെ വർഷത്തേക്കണ ന്യൂ ഇയറിനാണ് ഞങ്ങൾ തഹസിൽദാരെ തട്ടിയിട്ടത്. അതാണ് ഞങ്ങളുടെ സംഘടനയുടെ സെറ്റപ്പ്. അപ്പം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിവരാവകാശമുണ്ട്. പക്ഷേ നമ്മൾ കേസിന് പോകാത്തത് മറ്റു കാര്യങ്ങൾക്കും പോകാത്തത് നമ്മളായിട്ട് തന്നെ എന്തിനാണ് വീഴ്ത്തിയിരുന്നത്? തന്നെ വീണുകൊണ്ടിരിക്കുന്ന ആളെന്നെ നമ്മളായിട്ട് കൂടി വീഴ്ത്തിയിട്ടുണ്ടാച്ചിട്ടാണ്. അദ്ദേഹത്തിന് മറുപടി പറയാം. ഏതെങ്കിലും കാര്യത്തിൽ മറുപടി പറയാം. മറുപടിക്ക് മറുപടി നമ്മളപ്പം പറയും. അതിൽ യാതൊരു തർക്കം ഉണ്ടാവില്ല. 100% മറുപടി പറയും. ഒരു ഭയം അതിലുണ്ടാവില്ല. മൂപ്പർക്ക് കുറച്ച് പിള്ളേരുണ്ട്, പിന്നെ മൂപ്പർക്ക് കണ്ടമാനം പിടിപാട് സെറ്റപ്പുണ്ട്. അതൊന്നും നമ്മളെ ഭയപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങളുടെ സംഘടനയെ എന്നെ ഭയപ്പെടുത്താൻ പറ്റില്ല. അതൊക്കെ നമുക്ക് ആ സമയമാകുമ്പോൾ നമ്മൾ അണ്ടി എടുക്കുമ്പോൾ മാങ്ങാരപ്പുളി ഇപ്പം അറിയാം. പണ്ട് കാരണം വരെ പറഞ്ഞല്ലോ. അതൊക്കെ കാര്യം കൊണ്ട് എടുക്കുമ്പോൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് ശശിക്ക് ഇതിൽ കൂടുതൽ മറുപടികൾ ഞാൻ രേഖാപ്രകാരം പറയണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ പറയുന്നില്ല. പാർട്ടിയോട് ഇപ്പോൾ ചെയ്യുന്നത് എന്തുകൊണ്ട് പാർട്ടി സ്ഥാനങ്ങളിൽ മാറ്റി നിർത്തിയാൽ ഒതുങ്ങി വീട്ടിലിരുന്നൂടാ? പാർട്ടിയുടെ ആ ബ്രാഞ്ചിൽ പ്രവർത്തിച്ചൂടാ? ആ ബ്രാഞ്ചിൽ പാർട്ടി പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാമല്ലോ. ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരാമല്ലോ. എന്നിട്ട് വീണ്ടും അങ്ങനെ വന്നവരൊക്കെ കയറി വരില്ലോ. ഞാൻ പാർട്ടി മെമ്പർ അല്ലാത്ത ഞാൻ പ്രവാസി സംഘടന ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു. അതെങ്ങനെയായത്? നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉയർത്തി കൊണ്ടുവരുന്നതാണ്. പാർട്ടിയുടെ അനുഭാവി മാത്രമായ ഞാൻ ഇന്ന് പാർട്ടി ജില്ലാ വൈസ് പ്രസിഡൻ്റ് ആണെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തെ എല്ലാ കാര്യമല്ല പറഞ്ഞത്, മുൻ കാര്യങ്ങളാണ് പറഞ്ഞത്. ശശി കുറേ കാര്യങ്ങൾ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട്. അത് ഒന്നും നേരിട്ടിട്ടല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശശി ദ്രോഹിച്ചുകൊണ്ട് വീഴാവുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പരസ്യമായിട്ടില്ലേ ഇന്നത്തെ വയനാട് DSP ആയിരുന്ന ചാക്കോ സാറിനൊക്കെ പരസ്യമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ട് തെറി വിളിച്ചത്? ജനങ്ങളെ ഹരം കൊള്ളിക്കാൻ എത്ര പോലീസുകാരെ തെറി വിളിച്ചിരുന്നു? എത്ര പേര് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു? അതിൻ്റെയൊക്കെ ഒരു ശിക്ഷ തിരിച്ചു കിട്ടില്ലേ? ആ ശിക്ഷ വരുമ്പോൾ അനുഭവിക്കണം, വീട്ടിലിരുന്ന് അനുഭവിക്കണം. അതല്ലാതെ വേറെ രീതിയിൽ ഇപ്പോൾ ഒറ്റപ്പാലത്ത് വന്നാണ് മറിക്കുമെന്നാണ് പറയുന്നത്. ഒറ്റപ്പാലത്ത് ചുക്ക് ചെയ്യില്ല. PK ശശി ഒറ്റപ്പാലത്ത് കോൺഗ്രസിനെ പിന്തുണ മത്സരിച്ച് ജയിക്കുന്ന വിശ്വസിക്കുന്ന ഒരു പറ്റം ജനങ്ങളുടെ ആയിരിക്കും. പക്ഷേ ഞാൻ ഒറ്റപ്പാലത്ത് വോട്ട് ചെയ്യുന്ന ആളെന്ന് എനിക്ക് പറയാം. PK ശശി ജയിക്കില്ല. PK ശശിയും കോൺഗ്രസിൽ നിന്ന് CPM കൂടി മുട്ടിയാൽ CPM തന്നെയായിരിക്കും ജയിക്കുക. കാരണം അത് CPMൻ്റെ പ്രത്യേകത. പാർട്ടി ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരാളെയും പാർട്ടി നിലനിർത്തി കൊണ്ടുപോയിട്ടില്ല. പാർട്ടിയിലെ ഒരു വോട്ടർമാരും നിലനിർത്തി കൊണ്ടുപോയില്ല. ഈ ഞാനടക്കം അത് ചെയ്യാൻ സാധിക്കില്ല. ഇപ്രാവശ്യം ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ എനിക്ക് ഈ പഞ്ചായത്ത് വോട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ വോട്ട് അസാധു നോക്കി. ഞാൻ ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. എനിക്ക് പാർട്ടിക്ക് വോട്ട് ചെയ്യണം. ഞാൻ പുതുശ്ശേരി പോയിട്ട് വോട്ട് ചെയ്തത്. പുതുശ്ശേരിയിലാണ് എൻ്റെ വോട്ട്. ഇനി 2 വോട്ട് എന്ന് പറഞ്ഞിട്ട് ബഹളാക്കേണ്ട. 2 വോട്ടല്ല, ഒറ്റ വോട്ട് തന്നെ ഉള്ളൂ. അത് പുതുശ്ശേരിയിലാണ്. ഇനി ഒറ്റപ്പാലത്തേക്ക് എനിക്ക് വോട്ട് മാറ്റായിരുന്നു. ഞാൻ മാറ്റിയില്ല, ഞാൻ ചെയ്തില്ല. കാരണം ഞങ്ങളെ വാർഡിൽ നിൽക്കുന്നത് ഞങ്ങൾ അയൽവാസിയായ ഒരു BJP നേതാവാണ്. എന്തിന് നമ്മുടെ വോട്ട് കളയണം എന്നുള്ള നമ്മുടെ വികാരമാണ്. അത് CPMൻ്റെ വികാരം. അപ്പോൾ CK ശശി ഈ മീറ്റിംഗ് വിളിച്ചുകൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കുന്നത് കരുതിയിട്ട് പലവരും ഇതിന് മുമ്പ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല നിശ്ചയമുണ്ട് പിന്നീട് പാർട്ടിക്ക് തിരിച്ചു വരുമ്പോൾ എന്തുണ്ടായിട്ടുള്ളത്. പലവരും മീറ്റിംഗ് വിളിച്ച നേതാക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ കുറേ കണ്ടിട്ടില്ല. CPM വലുതായത്. CPM ഈ നാടിൻ്റെ അവിഭാജ്യ ഘടകമാണ്. CPM ഇല്ലെങ്കിൽ ഈ നാടില്ല. ഇപ്പോൾ കോൺഗ്രസിനെ 18 MP അവിടെ കിടന്ന് ആകെ തറുകുത്തി മാറിയിട്ടുണ്ട്. പക്ഷേ CPMൻ്റെ ഒരു MP മതി, ഒരു രാജ്യസഭ അംഗം മതി ഈ 19 ആളുകൾ മേലെ നിൽക്കുക. അതാണ് CPMൻ്റെ പ്രവർത്തന രീതി. അതറിയാതെ ചിലവർ തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ വോട്ടുകൾ മുഴുവൻ ചുമ്മാ അനാവശ്യമായി വേസ്റ്റാക്കി കളയുന്നത്. കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് 19 MP എന്തുണ്ടായി ഇവിടുത്തെ മുസ്ലിംസിൻ്റെ സുഹൃത്തുക്കളെന്ന് പറ. നിങ്ങളുടെ ഒരു ആവശ്യം വന്നാൽ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിൻ്റെ ആവശ്യം വന്നാൽ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സംഘടന, ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് CPM മാത്രമേ ഉള്ളൂ. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ PK ശശി എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് എല്ലാ സ്ഥാനങ്ങളും വഹിച്ച് എല്ലാ രീതിയിലും ഉയർന്നു വന്ന് എല്ലാ രീതിയിലും പാർട്ടീൻ്റെ കാര്യങ്ങളിൽ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ച ഒരാൾ ഒതുങ്ങിയിരിക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ കൂടെ പോകുന്നവരുടെ ലിസ്റ്റ് ശ്രീകൃഷ്ണൻ മുൻ ഏരിയ സെക്രട്ടറി കൂടെ പോകുന്നു പറഞ്ഞു. പെണ്ണ് കേസിൽ പുറത്താക്കിയ ആളാട്ടോ. അത് ഞാൻ പറയുന്നില്ല.
അത് നടപടി എന്തിൻ്റെ ഭാഗമായിരുന്നു എല്ലാവർക്കും അറിയാം. അത് പോട്ടെ. ഇനി ഏത് ഏരിയ സെക്രട്ടറി പോകണം? പിന്നെ സുരേഷിനെ മലമ്പുഴക്കാർക്ക് അറിയില്ല. അത് നിങ്ങൾ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവിൻ്റെ പി ആയിരുന്നു ഈ ജനങ്ങൾ ടി വിയിൽ പറഞ്ഞ് അറിയാമെന്നല്ലാതെ സുരേഷിന് കെട്ടിവെച്ച പൈസ കിട്ടില്ല മലമ്പുഴയെ മത്സരിച്ച. സുരേഷിന് എന്തോ വലിയ സംഭവമാണ് കോൺഗ്രസ്സുകാർ. ഈ കോൺഗ്രസ്സുകാർക്ക് പൊതുവെ അതിൽ ഭൂരിപക്ഷം നേതാക്കന്മാരും മണ്ടന്മാരാണ്. സ്റ്റേജിൽ കാട്ടിക്കൊണ്ട് അങ്ങനെ നമ്മൾ കാണുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ കുറ്റം പറഞ്ഞില്ല. ഞാൻ പഴയകാല കോൺഗ്രസ്സുകാരനാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇരുപപ്പെട്ടിട്ടുള്ളപ്പോൾ സേവാദളിൻ്റെ നേതാവൊക്കെ ആയിരുന്ന ആളാണ്. അന്നേ സ്റ്റേജിലടിയാണ്. അന്നേ DCC പ്രസിഡന്റ് CM രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഈ പിന്നിലിരിക്കുന്നവർ കൈ ഇങ്ങനെ കാണിച്ചത്, ഈ പിന്നിലിരിക്കുന്നവരില്ലേ എന്നെ എങ്ങനെയാണ് വെയിറ്റ് ചെയ്താൻ പറ്റുക നോക്കി നടക്കുന്നവരാണെന്ന് അന്നത്തെ പൊതുയോഗത്തിൽ CM രാധാകൃഷ്ണൻ അദ്ദേഹം മരണപ്പെട്ടു. ഞങ്ങൾ നേതാവാണ്. അപ്പോൾ അത് അനുഭവിച്ചത് കോൺഗ്രസ് കുറേ നേതാക്കന്മാരുണ്ടല്ലോ. ഇപ്പോഴത്തെ കുറേ നേതാക്കന്മാരെ മക്കൾ BJPയിലുണ്ടല്ലോ. AK ആൻ്റണി അന്വേഷണം വരുന്ന ഉറപ്പായപ്പോൾ BJPയിൽ മകനെ പറഞ്ഞു. അങ്ങനെ പലവരും അതിലിരിക്കുന്നത് ഞാൻ കിടക്കില്ല. അതൊന്നും എൻ്റെ വിഷയമല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പിന്നെ സുരേഷിനെ സംബന്ധിച്ചോളം വലിയ സംഭവമാണ്. സുരേഷിൻ്റെ മലമ്പുഴ നിയമമണ്ഡലത്തിൽ ആരും അറിയില്ല എന്നുള്ളതാണ് സത്യം. കുറച്ച് പഴയ കാലത്തെ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും അറിയാം, VSൻ്റെ PA ആയിരുന്നൊക്കെ കാലത്ത്. അതല്ലാതെ സുരേഷിന് സാധാരണ വോട്ടർമാരായിട്ടൊരു ബന്ധമില്ല. ഇനി അങ്ങനെ വോട്ടർമാരായിട്ട് ബന്ധമുണ്ടെങ്കിലും CPMൻ്റെ വോട്ടർമാരായിട്ട് ബന്ധമില്ല. സുരേഷ് സൈലൻ്റ് ആയിരുന്നു. അത്യാവശ്യം സുഖങ്ങളൊക്കെ ദുബായിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി അനുഭവിച്ചിട്ടുണ്ട്. അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ഒറ്റ കൊടുത്തിട്ടുണ്ട്. പാർട്ടിയെ ഒറ്റ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ സംശയിക്കുന്ന ആളാണ്. VSനെ ഇത്രയും VSനെ പാർട്ടിക്ക് എതിരാക്കി നിർത്താനും പാർട്ടിയെ ജനങ്ങളുടെ ഇടയിൽ മുൾമുനയിൽ നിർത്താനൊക്കെ VS പല തീരുമാനമെടുക്കുമ്പോഴും ഈ സുരേഷിനടക്കം അന്നത്തെ VS പക്ഷക്കാരാണ്. പ്രഭാകരനൊക്കെ ഞാനിരിക്കൊന്നും കടക്കണില്ല. പ്രഭാകരൻ വലിയ MLA നല്ല MLA ആയതൊന്നും എനിക്ക് കടക്കണില്ല. അയാൾ MLA ആയതിനു ശേഷം ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തിനെതിരെ പറയാത്തത്. അപ്പോൾ ഇവരൊക്കെ VS പക്ഷക്കാരാണ്. അതിലേക്കൊന്നും ഞാൻ പറയുന്നില്ല. ഇവരൊക്കെ ആ കാലത്ത് എന്തൊക്കെയായിരുന്നു പക്ഷം, എന്തൊക്കെയായിരുന്നു നിലപാടെന്നൊക്കെ നമുക്കൊക്കെ അറിയാം. അപ്പോൾ അന്ന് സുരേഷിന് അങ്ങനെ ഉണ്ടെന്നല്ലാതെ അവരുടെ വോട്ട് പോലും കിട്ടില്ല. അപ്പോൾ സുരേഷ് മലമ്പുഴ മത്സരിക്കുന്നതാണ് എൻ്റെ തീരുമാനം. ആ അനന്തകൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ ഇത്രയ്ക്ക് മോശമായി പോയിരുന്നു എന്നുള്ള എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിൻ്റെ. കാരണം അദ്ദേഹം അവിടെ നിന്ന് 3-ാം സ്ഥാനത്തേലും ഭംഗിയായിട്ട് വരുന്ന ആളാണ്. ഇത് 5-ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വോട്ട് പോലും സുരേഷിന് കിട്ടില്ല. ഈ സുരേഷിനെ വെല്ലുവിളിച്ച് പറയാം, മലമ്പുഴ മത്സരിക്കുക, എന്നിട്ട് നിങ്ങളൊരു 5000 വോട്ടിന് മേലെ പിടി, ഒരു 5000 വോട്ടിന് മേലെ, നിങ്ങൾ 5000 വോട്ട് 2000 വോട്ടിന് മേലെ പിടി, ഞാൻ കാണട്ടെ, സമ്മതിച്ചു തരാം. സുരേഷിനെ ഞാൻ നമ്മുടെ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ വെച്ച് പാലക്കാട് പൂമാലയിടും. 2000 വോട്ട് പിടിച്ച ഒന്ന് മത്സരിക്കും. പിന്നെ കോൺഗ്രസിൻ്റെ ലേബിൾ നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഫിക്സഡ് വോട്ടുണ്ട്, ആ വോട്ട് കിട്ടും. 3-ാം സ്ഥാനത്ത് കല കയറില്ല. 3-ാം സ്ഥാനത്ത് കോൺഗ്രസ് നിൽക്കണേ. സുരേഷ് നിന്നാലും 3-ാം സ്ഥാനത്ത് 4-ാം സ്ഥാനത്തേക്ക് പോകുന്ന നോക്കിക്കോ. പക്ഷേ 3-ാം സ്ഥാനത്ത് മേലെ കയറില്ല. അന്നൊരു പൂമാലയുടെ ഞാൻ തയ്യാറാണ്. ഓക്കെ, 2-ാം സ്ഥാനത്തേക്ക് എത്തിയ. അപ്പോൾ അതൊന്നും വലിയ കാര്യമില്ല. സുരേഷിനൊക്കെ നിങ്ങളിപ്പോൾ ചാനലിൽ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ സുരേഷിനെ ഇവിടെ വന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. VSൻ്റെ കൂടെ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. VS 2-ാം ടൈമിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ യോഗങ്ങളൊക്കെ പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ VS പോലും മലമ്പുഴയിൽ എങ്ങനെയാണ് ജയിച്ചു വന്നതെന്ന് VSനറിയാം. ആദ്യത്തെ ജയം എത്ര വോട്ടിനായിരുന്നു. അപ്പോൾ അതെന്തെല്ലാവട്ടെ, അവിടെ മത്സരം ഞങ്ങളും BJP തമ്മിലാണ്, അല്ലാതെ കോൺഗ്രസ് അടുത്തൊന്നും ഒരു മത്സരം അവിടെയില്ല. അപ്പോൾ സുരേഷിനെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവരെല്ലാം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം, എന്തേലും ഉപകാരമുള്ളവരായിരിക്കണം എന്ന് മാത്രമേ എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളൂ. ഒരു 19 വയസ്സ് വരെ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച പരിചയമുള്ള നിലയ്ക്ക് പറയാണ്. അത്ര കാലം ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ CPM-കാരനായിരുന്നു. പാർട്ടിയുടെ വളരെ ശക്തമായി പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആൾ. അപ്പോൾ ഇതൊക്കെയാണ് ഈ PK ശശിയുടെ കഥകൾ. ഇനി മോശമായ കഥകൾ ഇവരെ പറ്റിയും പറയാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. കാരണം ഒരു അത്രയൊന്നും ഞാൻ കടക്കണ്ട. ഇതൊക്കെ മനസ്സിലാക്കണം. ഇത് ജനങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇതിന് ഐഡിയ കിട്ടും, എന്തൊക്കെയാണ് അവർക്ക് എങ്ങനെയൊക്കെയായിരുന്നു. പിരിവിലൊന്നും ഒരു കുറവും വരുത്താത്തവരാണ്. എല്ലാ തരത്തിലും പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് പിരിവും സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തലും പലവരും പല ധാർഷ്ട്യങ്ങളും പല ഒതുക്കലും അതൊക്കെ മണ്ണാർക്കാട് പോയി അന്വേഷിച്ചറിയാം. ഞാൻ മണ്ണാർക്കാടിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഒരാളല്ലേ. ഞാൻ മണ്ണാർക്കാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. ഇവരുടെ സ്വാധീനം ബന്ധങ്ങൾ എനിക്കവിടെയുണ്ട്. അപ്പം ഞാൻ വിട്ടുവീഴ്ച മനോഭാവമുള്ള ആളായതുകൊണ്ട് ചില സ്ഥലത്ത് ഞാൻ തിളങ്ങി വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ ഇലക്ഷനിൽ എന്നെ വെട്ടി നിർത്താൻ, എന്ന് വെച്ചാൽ എന്നെ എങ്ങനെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചാലെന്ന് പേടിച്ചിട്ട്
എനിക്ക് ഏറ്റവും വലിയ പണിയാണെന്നുള്ള PKC. LDFിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ചോദിച്ചപ്പോൾ എന്നെ വ്യവസായിയാക്കി, പിതാവിൻ്റെ കത്താക്കി, 100 പ്രശ്നങ്ങളാക്കി. കാനത്തിന് ഫോൺ ചെയ്ത് പറഞ്ഞു, ഞങ്ങളെ പിതാവിനോട് പറഞ്ഞു, എന്താ ഐസക്കിനെയാണോ നിങ്ങൾക്ക് കിട്ടിയെന്ന്. എന്താ ഞാൻ എന്താ മോശക്കാരനാണ്? PKC പറഞ്ഞാൽ ഞാൻ അറിയില്ലെന്നല്ലേ PKCനെ വെല്ലുവിളിച്ച് ഇപ്രാവശ്യം വേണമെന്ന് മത്സരിച്ച് നോക്കാം നമുക്ക്. നിങ്ങൾ ലീഗിന് വേണ്ടി വരി, ഞാൻ സ്വതന്ത്രമായിട്ട് വരാം. നിങ്ങൾ പിടിക്കേണ്ട കൂട്ടി ഞാൻ പിടിച്ച് കാണിച്ചു തരാം. മനസ്സിലായി? അതൊക്കെ രാഷ്ട്രീയം, അതൊന്നും കാര്യമില്ല. അതൊക്കെ ഒന്നും പറയണില്ല ഞാൻ. ഒറ്റപ്പാലത്ത് നിങ്ങൾക്ക് പണി കിട്ടാൻ പോണതുകൊണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾ ഒറ്റപ്പാലത്ത് മനസ്സിലാക്കാൻ പോണതുകൊണ്ട് ഞാൻ കൂടുതൽ പറയണില്ല. നിങ്ങളെ ഒറ്റപ്പാലത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. ഞാൻ ഒറ്റപ്പാലത്തുകാരനാണ്. നിങ്ങൾ വരി, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരി, നമുക്ക് നോക്കാം. കോൺഗ്രസ്സുകാരുടെ അവസ്ഥ ആലോചിക്കുക. എത്ര കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ 1-2 അടുത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ വെട്ടി നേരത്തെ നിങ്ങൾ PKCക്ക് സീറ്റ് കൊടുക്കണില്ലേ? കൊടുക്ക്, ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കുക. എന്നിട്ട് ഞങ്ങളെ ആകെയാണ് മറിക്കുമെന്ന് നോക്ക്. മറിച്ചില്ല, നിങ്ങളത് അംഗീകരിക്കണേ. മറിച്ചിട്ട് നിങ്ങൾ തെരുവിളിച്ചോ, ഞാൻ നിന്ന് കേൾക്കാം. ഒന്ന് പറ്റുക, ഒന്ന് നോക്ക്, ഒന്ന് വരാം, വെൽക്കം. ഓക്കെ, ഇത്രേ പറയുള്ളൂ. ഇത് കൂടുതൽ കഥകളിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വ്യക്തതയുള്ളതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. വ്യക്തതയില്ലാത്തൊരു കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. ഞങ്ങൾ സംഘടന സ്വരൂപിക്കേണ്ടതായ കാര്യങ്ങൾ സ്വരൂപിച്ചിട്ടേ മറുപടി പറയാറുള്ളൂ. അതിനാണ് ഞങ്ങൾ കൊണ്ടുവന്ന എല്ലാ കേസുകളിലും ഞങ്ങൾ വിജയിക്കുന്നതും പൊതു താല്പര്യത്തിൽ ഞങ്ങൾ ജയിക്കുന്നത്. അത് ഈ സമൂഹം മനസ്സിലാക്കണം. അതുകൊണ്ട് PK ശശിയോ സുരേഷോ കൂടെ പോകുന്ന 4 പേരൊന്നും വലിയ സംഭവങ്ങളല്ല. സംഭവങ്ങളാണെന്ന് അവർക്ക് തോന്നുന്നതാണ്. ഞങ്ങൾ പാർട്ടിക്കാർ അത് മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. നാളെ മൈൻഡ് ചെയ്യില്ല. ഇതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായങ്ങൾ.